ജീവിതത്തിൻ്റെ മേഖലകളിൽ ചില നഷ്ടങ്ങൾ, ചിലതൊക്കെ നഷ്ടപ്പെട്ടു എന്ന ദുഃഖത്തോടെ മനസ്സ് തകർന്നും മനസ്സ് നുറുങ്ങിയും ഒത്തിരി വ്യസനത്തോടെ ആയിരിക്കുന്ന കുടുംബങ്ങൾ, ജീവിതങ്ങൾ, അവരോടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ ശബ്ദം, ആഴമായ ദൂത് ഹൃദയതലങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്തുക. നഷ്ടപ്പെട്ടത് തിരികെ തരും. നഷ്ടമായി പോയെന്ന് ചിന്തിക്കുന്നത് ദൈവം മടക്കിത്തരും. സങ്കീർത്തനം 51:12 നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാർത്ഥിക്കുക, ഇവിടെ ദൈവത്തോട് അപേക്ഷിക്കുക, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമായി മാറിയിരിക്കുക. ആ സന്തോഷം എനിക്ക് തിരികെ തരണം. ദൈവത്തിൻ്റെ പൈതലേ, ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ സ്ഥിതിയല്ലേ, ഈ അവസ്ഥയല്ലേ, ഈ സാഹചര്യമല്ലേ? നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തവും ആഴമായി ഇടപെടുന്ന ദൂത്, പ്രാർത്ഥിച്ചു പ്രാപിച്ച ചില വാഗ്ദത്തങ്ങൾ ജീവിതത്തിൻ്റെ തലങ്ങളിലുണ്ട്. അത് ആ മേഖലയിൽ പാർക്കുമ്പോഴും, ആ മേഖലയിൽ വസിക്കുമ്പോഴും, അവിടെ തുടരുമ്പോഴും ആദ്യത്തെ ഒരു സന്തോഷം ഇല്ല. വാഗ്ദത്തം പ്രാപിച്ചു, എന്നാൽ അത് കിട്ടിയപ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു, വലിയൊരു ആനന്ദമായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഹൃദയം കണ്ട് ദൂത് വെളിപ്പെടുത്തുക. ഹൃദയത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ സംസാരിക്കുക. ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയില്ലേ? ആ ഭവനം പണി തീർന്നപ്പോൾ സന്തോഷമായിരുന്നു, അവിടെ പാർത്തപ്പോൾ സന്തോഷമായിരുന്നു. ഇന്ന് അവിടെ പാർക്കുമ്പോൾ സന്തോഷമില്ല. ആ ജോലി ലഭിച്ചപ്പോൾ സന്തോഷമായിരുന്നു, ആ വരുമാനം മേടിച്ചപ്പോൾ സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് അതില്ല. കുടുംബജീവിതം സന്തോഷമായിരുന്നു, എന്നാൽ ഇന്ന് ആ സന്തോഷമില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഉണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്. ദാവീദ് പ്രാർത്ഥിച്ചു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, എനിക്ക് തിരികെ തരണമേ. ഈ വാക്ക് എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പൈതലേ, എനിക്ക് തിരികെ തരണമേ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഏതാണോ എൻ്റെ അകത്തളങ്ങളിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റവും മനോദുഃഖത്തോടെ ആയിരിക്കുന്ന വിഷയമേതാ, ആ വിഷയം എനിക്ക് തിരികെ തരണം. ഇന്ന് എൻ്റെ ദുഃഖം അതിനെ കർത്താവ് തുടച്ചു മാറ്റി സന്തോഷം തരുക. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദുഃഖിച്ച മണ്ഡലങ്ങളിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവ ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് ഞാൻ മുട്ടുകുത്തുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെ ഇന്ന് ഈ ദൂത് വിശ്വസിച്ചു. പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടത് തിരികെ ദൈവം തരാൻ പോവാ. ദാവീദ് പ്രാർത്ഥിക്കുവാനുള്ള കാരണം, നഷ്ടപ്പെട്ടത് തിരികെ തരുക. എൻ്റെ ദൈവം വലിയവനാ, എൻ്റെ ദൈവം സർവശക്തനാ. ആ നിലയിലല്ലേ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, ജനം പറഞ്ഞു കാണും, സാഹചര്യങ്ങളെല്ലാം ഇപ്രകാരമായിരിക്കും, ഇനി നഷ്ടപ്പെട്ടത് അത് ലഭിക്കത്തില്ല, അത് മടങ്ങി വരത്തില്ല. പക്ഷേ വചനം പറയുന്നത് കേട്ടോ, ദാവീദിൻ്റെ പ്രാർത്ഥന ഏറ്റവും ശ്രദ്ധേയമാ, തിരികെ തരണം, തിരികെ തരണം. ദൈവം തിരികെ തരുന്ന കർത്താവാ. നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തി കൂടെ ജീവിതത്തിൻ്റെ തലങ്ങളിലാക്കുവാൻ ദൈവം വിശ്വസ്തനാ. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഹൃദയങ്ങളെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന, ആ ദുഃഖത്തിലായിരിക്കുന്നവരോട് വ്യക്തതയോടുള്ള ദൈവശബ്ദം, ദൈവം തിരികെ തരും. സന്തോഷം തിരികെ തരും, സമാധാനം തിരികെ തരും, ജോലി തിരികെ തരും, ഭവനം, നഷ്ടപ്പെട്ട ഭവനം അത് തിരികെ തരും, നഷ്ടപ്പെട്ട രാജ്യം, ദൈവത്തിൻ്റെ പൈതലേ, അത് തിരികെ തരും. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ തിരികെ തരുന്ന സമയമാണ്.
പ്രാർത്ഥിക്കുക. ഉണരട്ടെ. ഹൃദയം വാഞ്ചയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിരാശയുടെ ആയിരിക്കും തലത്തിൽ ദൈവത്തിൻ്റെ വൈദ്യലെ മുട്ടുകുത്തുമ്പോഴും ആ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മ ദൂത് പറയുന്നു, ആശ്വാസം പകരുന്നു. നിരാശ മാറട്ടെ, അഭാരങ്ങൾ മാറട്ടെ, സന്തോഷിക്കട്ടെ. എൻ്റെ കർത്താവ് അത് തിരികെ തരും. എൻ്റെ കർത്താവ് അത് തിരികെ തരും. ആ നിലയിൽ കർത്താവ് സഹായിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. നഷ്ടപ്പെട്ട ദുഃഖത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഇതിലാശ്വാസവും വിടുതലായി തീരട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് കർത്താവ് പറഞ്ഞു തിരികെ തരും. തിരികെ കൊടുക്കുന്ന സമയമാണല്ലോ. ദൈവത്തിൻ്റെ നീതിയുള്ള ഭുജം, അധികാരത്തിൻ്റെ കര ശക്തിയോടെ ചലിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. സൗഖ്യങ്ങളും വിടുതലുകളും ദൈവപ്രവർത്തികളും ഇപ്പോൾ ഈ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ടു വരുവാനിടയാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.